ഓക്കെ നമ്മളിപ്പം നോക്കാൻ പോകുന്ന ലാബ് ഡോം ബേസിൻ്റെ തന്നെ സെക്കൻഡ് ലാബാണ് കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ക്ലോസ്ഡ് സ്ക്രിപ്റ്റിനകത്ത് സെക്കൻഡ് ലാബ്, ഡോം ബേസിൻ്റെ സെക്കൻഡ് ലാബ്, അതായത് ഡോം ബേസ്ഡ് എക്സസറി ഇന്നർ HTML സിങ്ക് യൂസിങ് ലൊക്കേഷൻ ഡോട്ട് സെർച്ച് എന്ന് പറഞ്ഞ ഒരു ലാബാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാം. ന്യൂ ടാബ്. ഓക്കെ, ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ലാബ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് സെർച്ച് ബ്ലോഗ് ഫങ്ഷനാലിറ്റിയിൽ ഡോം ബേസ്ഡ് എക്സസൈസ് വർക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇന്നർ HTML അസൈൻഡ് വെച്ച് ചേഞ്ച് HTML കണ്ടന്റ് ഇൻ ദ ഡിവ് എലമെൻറ്റ്. അതായത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഡിവ് കാണാറുണ്ടല്ലോ, ഡിവ് എലമെൻറ്റ് കണ്ടിട്ടില്ലേ, ഡിവ് ഏരിയ. ഈ ഡിവിനകത്ത് വരുന്ന ഇന്നർ HTMLനെ യൂസ് ചെയ്ത് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് കേട്ടോ. അത് അലേർട്ട് യൂസ് ചെയ്തിട്ട് വേണം അത് പോപ്പപ്പ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കണ്ടൻറ്റ് സെർച്ച് ചെയ്യുവാണെങ്കിൽ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും വാല്യൂസ് ഇവിടെ കൊടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ വരുന്നത് ഇൻസ്പെക്ട് എലമെൻറ്റ് കണ്ടോ, ഇതിനകത്ത് ഇതാണ് ഡിവ് ഫംഗ്ഷൻ കേട്ടോ. ഈ ഒരു ഡിവ് ഫംഗ്ഷനകത്താണ് ഡിവിനകത്താണ് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. കണ്ടോ, ഇതിനെ കണ്ടോ, സെർച്ച് ബ്ലോഗ് നെയിം ഈസ് ഈക്വൽ ടു സെർച്ച് എന്ന് നടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇതിനകത്തുള്ള ഈ ഒരു ഇന്നർ HTML, ഡിവിനകത്തുള്ള ഇന്നർ HTMLനെ ഇപ്പം ആ ഒരു റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി, അതായത് കണ്ടൻറ്റ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി, അതിനകത്ത് ഉള്ള കണ്ടൻറ്റിനെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ലാബാണ് ഈ ഒരു ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പേരോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ എളുപ്പത്തിന് വേണ്ടി തന്നെ ഇവിടെ നിന്ന് സൊല്യൂഷനിൽ എടുക്കുവാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഗിറ്റ്ഹബിൽ പോയിട്ട്, ഗിറ്റ്ഹബിൽ ഓൾറെഡി കിട്ടും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിറ്റ്ഹബിൽ എക്സസൈസ് പേലോഡ് കിടപ്പുണ്ട് കേട്ടോ. ഗിറ്റ്ഹബിൽ എക്സസൈസ് പേലോഡ് കിടപ്പുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തപ്പിയെടുക്കാനുള്ള ഒരു ഇതുകൊണ്ട് മടിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഇതെടുക്കുവാണ് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് ഇവിടെ എന്താണ് സ്ക്രിപ്റ്റ് നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓൺ എറർ മെസ്സേജാണ് സ്ക്രിപ്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അത് സെർച്ചിൽ കൊണ്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ img src = 1. ഓക്കെ, ആൻഡ് ഓൺ എറർ അലേർട്ട് 1. അപ്പോൾ അലേർട്ട് പോപ്പ് ചെയ്യാനുള്ളത് ഓൺ എറർ ഒന്ന് ഫങ്ഷനാലിറ്റി യൂസ് ചെയ്തിട്ട് അലേർട്ട് പോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. img src യൂസ് ചെയ്യാനുള്ള ഒരു കോഡാണ്, സ്ക്രിപ്റ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഇവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടോ. അതായത് ഇവിടെ ഈ ഡിവ് ഫങ്ഷനാലിറ്റിയിലുള്ള ഏരിയാസിനെ റിക്കവർ ചെയ്തെടുക്കുന്ന അതിനകത്ത് ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് കേട്ടോ.